നമസ്കാരം. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ ആറ്റുവേല എന്ന സിനിമയ്ക്ക് ശേഷം പ്രശസ്ത താരങ്ങൾ അണിനിരന്ന ശ്രീ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത കുലം എന്ന സിനിമയുടെ വിശേഷത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആ സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജരായ എൻ്റെ പേർ വന്ന ടൈറ്റിൽ കാർഡിൽ നിന്നാവാം ഇന്നത്തെ തുടക്കവും. നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ, നിന്നേരിലെരിയുന്നു രുദ്രേ. ഈ സിനിമയിലൂടെ ഇന്നത്തെ കേന്ദ്രമന്ത്രിയും അന്ന് രാഷ്ട്രീയമില്ലാത്ത വ്യക്തിയുമായിരുന്ന ശ്രീ സുരേഷ് ഗോപി എൻ്റെ അടുത്ത സുഹൃത്തായതും ശ്രീ വിജയരാഘവൻ, ശ്രീ തിലകൻ, ശ്രീ നരേന്ദ്രപ്രസാദ്, തമിഴ് നടൻ നാസർ, എന്തിനേറെ പറയുന്നു, ഞാൻ ചെറുപ്പം മുതൽ വളരെ ആരാധനയോടുകൂടി കണ്ടിട്ടുള്ള നടി ഭാനുപ്രിയ അടക്കുന്ന വലിയൊരു താരനിരയുടെ ചിത്രത്തിൽ വർക്ക് ചെയ്യാനായത് എൻ്റെ ജീവിതത്തിലെ മറ്റൊരു മഹാഭാഗ്യമായി ഞാനെന്നും കണ്ടുകൊണ്ടേയിരിക്കും. ഈ സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടാനുള്ളൊരു സാഹചര്യം സതീശനാണ്. സതീശൻ അന്ന് മണ്ണാർക്കാട് നടക്കുന്ന ഹിറ്റ്ലർ പ്രദേശ് എന്ന സന്ധ്യാമോഹൻ്റെ പടത്തിൽ പ്രൊഡക്ഷൻ മാനേജറായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഈ കുലം എന്ന സിനിമയും കിട്ടി. അപ്പോൾ ഒരേ സമയത്ത് വരാൻ കഴിയാത്തതുകൊണ്ട് എന്നെ വിളിച്ചു, വിജയേട്ട അവിടെ അരവിന്ദൻ കണ്ണൂർ എന്ന് പറയുന്നൊരു എക്സിക്യൂട്ടീവ് വരും, ഡയറക്ടർ ഒക്കെ കൂടെ, അവർക്ക് ലൊക്കേഷനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വിജയേട്ടൻ അവിടെ സഹായിക്കണം. ഒരു 10 ദിവസം കഴിയുമ്പോൾ ഞാൻ അതിൽ വന്ന് മാനേജറായി ജോയിൻ ചെയ്യും. അപ്പോൾ വിജയേട്ടൻ ലൊക്കേഷനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ കൂടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞത് പ്രകാരമാണ് ഷൊർണൂർ റെസ്റ്റ് ഹൗസിലെത്തി ശ്രീ അരവിന്ദൻ കണ്ണൂരിനെയും ശ്രീ ലെനിൻ രാജേന്ദ്രനെയും ഞാൻ കാണുന്നത്. വലിയൊരു തമാശ എന്തെന്ന് വെച്ചാൽ, ഞാനന്ന് എന്താ പറയുക, നിറഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. ലെനിൻ രാജേന്ദ്രൻ എന്ന സഖാവിനെതിരെ അതിന് മുമ്പത്തെ ഇലക്ഷനിൽ വാതൊരാതെ നെറികേട് പ്രസംഗിച്ച് നടന്നിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഒരു ചെറിയ ചമ്മലൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാൻ കോൺഗ്രസ്സുകാരൻ എന്നുള്ള കാര്യം മെല്ലെ മറച്ചു വെച്ചു. അത് കഴിഞ്ഞ് അരവിന്ദൻ കണ്ണൂർ കൂടി. അരവിന്ദൻ കണ്ണൂർ ഒരു സാത്വികനായ കണ്ണൂർക്കാരനാണ്, വളരെ സോഫ്റ്റായി പെരുമാറുന്ന ഒരു എക്സിക്യൂട്ടീവ്. സതീശൻ പറഞ്ഞ വിജയേട്ടൻ ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊന്ന് എന്ന് പറയുന്നത്, നമ്മുടെ കവളപ്പാറക്കാരനായ ഷൊർണൂരിലെ ആറാണിക്കാരനായ ശ്രീ മുരളി എന്ന് പറയുന്ന ആളാണ് ലെനിൻ രാജേന്ദ്രൻ സിനിമയിലെ അസോസിയേറ്റ്. ഷൊർണൂരിൽ ഇങ്ങനെ അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന മുരളി എന്നൊരു വ്യക്തി ഉണ്ടെന്നുള്ള കാര്യം പോലും അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും. എന്തായാലും ഷൊർണൂരും പരിസര പ്രദേശങ്ങളും നമ്മുടെ കലാമണ്ഡലമൊക്കെ അതിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും ആവശ്യമുള്ളതാണ്. അപ്പോൾ അന്ന് കലാമണ്ഡലത്തിൻ്റെ പെർമിഷൻ എടുക്കുന്ന കാര്യത്തിലടക്കം അതുമാതിരി വിവിധ ലൊക്കേഷനുകൾ, പ്രകൃതി രമണീയമായ ലൊക്കേഷനുകൾ, വലിയ എന്താ പറയുക വനം പ്രദേശം പോലെ തോന്നുന്ന ലൊക്കേഷൻ, അങ്ങനെ ഒരുപാട് ലൊക്കേഷൻ കണ്ടെത്താനും അതുമായി ഇപ്പോൾ പെരുമ്പാവൂരൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. അപ്പോൾ അങ്ങനെയുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ കണ്ടെത്താൻ വേണ്ടി ഞാനിങ്ങനെ വലിയ ഭയഭക്തി ബഹുമാനത്തോടുകൂടി കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കും. പുറകിൽ ലെനിൻ രാജേന്ദ്രൻ ഉണ്ടാവും, ശ്രീ അരവിന്ദൻ കണ്ണൂരുണ്ടാവും. അപ്പോൾ ഈ യാത്രയിൽ ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെയാണ്, ഈ സംഭാഷണത്തിനിടയിൽ വരുന്ന ശകലങ്ങളിൽ എൻ്റെ തമാശകൾ, ഇതൊക്കെ വളരെ അടുത്ത് പരിചയപ്പെട്ടവർക്കൊക്കെ പിന്നെ എന്നെ മറക്കാൻ അങ്ങനെ തോന്നാറില്ല. അതുകൊണ്ടാവും കുറേ ലൊക്കേഷനെ കണ്ട് തിരിച്ചു വന്നപ്പം ലെനിൻ രാജേന്ദ്രൻ ചോദിച്ചു, വിജയൻ ഒരു കാര്യം ചെയ്യൂ, ലൊക്കേഷൻ കാണിച്ചു തന്നിട്ട് അങ്ങനെ പോകണ്ട, എനിക്ക് വിജയൻ്റെ ഒരു ശൈലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളങ്ങനെ വന്നപ്പോൾ എല്ലായിടത്തും ജനങ്ങളുമായിട്ട് വലിയ ബന്ധം, അഴിയിലൂടെ പോകുന്നവരൊക്കെ വിജയനെ കൈപോക്കി ഹലോ എന്ന് പറയുന്നുണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊരു വെയിറ്റ് ഉണ്ട്. അപ്പോഴും ഞാനിവിടുത്തെ രാഷ്ട്രീയക്കാരനാണെന്നുള്ളത് ഉണ്ടാകാൻ പോയില്ല. കാരണം പുള്ളിയുടെ CPM-നെതിരെ നടക്കുന്നവനാണെന്നുള്ള ചിത്രം ലെനിൻ രാജേന്ദ്രന് കൊടുക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ രഹസ്യം. എന്തായാലും അദ്ദേഹം അരവിന്ദനോട് പറഞ്ഞു, അരവിന്ദൻ വിജയനെ ഒരു ലൊക്കേഷൻ കാണിച്ചു തരുന്ന ആളായിട്ട് ചുരുക്കണ്ട, വിജയൻ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് നിയമിക്കൂ എന്ന് പറയുകയാണ്. അരവിന്ദൻ അപ്പം തന്നെ ഡയറക്ടർ പറഞ്ഞാൽ കേൾക്കണമല്ലോ, അപ്പം തന്നെ അങ്ങനെ തന്നെ തീരുമാനിച്ചിട്ടാണ് ആ സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജറായി ഞാൻ നിയമനമാവുന്നത്. എന്തായാലും കുലത്തിൻ്റെ വിശേഷം പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. മനോഹരമായ സിനിമയുടെ കഥാഗതിയും അതുമായി ബന്ധപ്പെട്ട എൻ്റെ കുറേ അനുഭവങ്ങൾ പറയാൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.